നമ്മുടെ എൽ പി ജിയുടെ, അതായത് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പിന്നെ കണക്ക് പിന്നെ ഇതായിട്ട് നിയമാവലി അനുസരിച്ച് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് എൽ പി ജിയുടെ വിലയും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലയും ഒക്കെ എൽ പി ജിയുടെ വില വിപണിക്ക് വിട്ടിട്ടില്ല. വിപണിക്ക് വിട്ട പെട്രോളിയത്തിൻ്റെ വിലയിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഇരിക്കെ എൽ പി ജിയുടെ കാര്യം അത് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. അതിൽ പെട്ടെന്ന് തന്നെ, അതായത് യുദ്ധം തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ 7.25% വില വർധന നമ്മുടെ എൽ പി ജിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ വിമർശനാത്മകമായ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ജനങ്ങളെ, നാരികളെ ചേർത്ത് പിടിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓരോ ദിവസവും നമ്മൾ മലയാളം ന്യൂസ് പേപ്പറോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറോ എടുത്തു നോക്കിയാൽ കാണാം, അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ നാരികളെ ചേർത്ത് പിടിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമന്ത്രിയുടെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി. എന്നിട്ട് അങ്ങനെ കാണിക്കുന്ന ഗവൺമെൻറ് ആണ് ഈ യുദ്ധം തുടങ്ങി, അതായത് ഇന്ത്യയിലല്ല യുദ്ധം എന്ന് ഓർക്കണം, ഗൾഫ് കൺട്രീസിലാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ നാരികളിലേക്ക് അരിച്ചിറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ നാരികളെ ചേർത്ത് പിടിക്കുന്നതിന് ഗവൺമെൻറ് എന്ത് ശ്രദ്ധ കാണിക്കുന്നു എന്ന് നമ്മൾ എടുത്തു ചോദിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കറിയാം, ഇന്ത്യ 80% ഇന്ധനം ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലൊക്കെ ഇടുക്കി വഴി പിന്നെ ഇന്ധനത്തിൻ്റെ ട്രാൻസ്പോർട്ട് സാധ്യമല്ല, കപ്പലുകളെ ഇല്ലാതെയാക്കും എന്നൊക്കെയുള്ള അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാച്ചുറലി വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, നാം ഇറാനുമായിട്ട് കരാറിലായിരുന്ന കാലത്ത്, സൗഹൃദത്തിലായിരുന്ന എല്ലാ നാളും, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് തലേന്ന് വരെ, അന്നൊക്കെ നമുക്ക് ഇറാനിയൻ കറൻസിയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ് നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നിരുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ വരെ കാത്തിരുന്നു. വലിയ സമ്മർദ്ദം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് അതിനെതിരായിട്ട് കമാന്നൊരക്ഷരം അദ്ദേഹം മിണ്ടുന്നത്. അപ്പോൾ ഇറാനെ ചേർത്ത് പിടിക്കുകയല്ല ചെയ്തത്, ഇറാനെതിരെ നിലകൊള്ളുകയാണ് ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്.